നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നില്ല. ഇന്നത്തെ റെസിപ്പിക്കല്ല പ്രത്യേകത, നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആണ് പ്രത്യേകത. അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ നമ്മുടെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ടോഫു ആണ്. അപ്പോൾ ടോഫു എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. കാണുമ്പോൾ പനീർ പോലെ തന്നെ നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് കാണുമ്പോൾ തോന്നുക. പനീറാകുമ്പോൾ നമ്മൾ പാല് പിരിച്ചുണ്ടാക്കുന്നത്, അതുപോലെ സോയാ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ടോഫു. അപ്പോൾ ടോഫുവിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നിറയെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ടോഫു. അതുപോലെ തന്നെ കലോറി വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെജിറ്റേറിയൻസിന് ഈ പ്രോട്ടീൻ്റെ ഉള്ള സംഭവങ്ങൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണല്ലോ. അതായത് മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുമ്പോൾ എഗ്ഗൊക്കെയാണ്, എഗ്ഗ്, ചിക്കൻ. അപ്പോൾ അതൊന്നും അല്ലാതെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന, പനീർ പോലെ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ടോഫു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടുള്ള റെസിപ്പി ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ ഉദ്ദേശം തന്നെ ഒന്ന് ടോഫു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു റെസിപ്പി നമുക്ക് വഴിയെ എങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ടോഫു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3 ടൈപ്പോളം ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് വളരെ സോഫ്റ്റ് ടോഫു ഉണ്ട്, പിന്നെ കുറച്ചൊരു ഫേം ആയിട്ടുള്ള ടോഫു ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ഫേം ആയിട്ടുള്ള ടോഫു ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് ഒരുപാട് എന്താ പറയുക സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സോഫ്റ്റ് ടോഫു ഒക്കെയാണ് സാധാരണ നമ്മൾ ഡെസേർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഫേം ആയിട്ടുള്ള ടോഫു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോഫു ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോഫു വെച്ചിട്ട് ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫേം ആയിട്ടുള്ള വെച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ. അപ്പോൾ ഈ ടോഫു എന്ന് പറയുമ്പോൾ നമ്മൾ പനീറിൽ കുറച്ചൊരു ഇത്തിരി വാട്ടർ കണ്ടന്റ് ഉണ്ടാവും എടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ കവർ പൊട്ടിക്കുമ്പോൾ കുറച്ച് അതുപോലെ ഇതിലും ഉണ്ടാവും. അപ്പം അതിൻ്റെ ആ ഒരു ഫുൾ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആ വാട്ടർ ശരിക്കും ഒന്ന് കളയണം. അതിന് കളയാൻ വേണ്ടി വേറെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് പനീർ ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യില്ലേ, കുറച്ച് കനമുള്ള എന്തെങ്കിലും മേലെ തുണി കൊണ്ട് പൊതിഞ്ഞ് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അതിലുള്ള വാട്ടർ കൂടി അങ്ങ് പോകും, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുട്ട വെച്ചും പനീർ വെച്ചും ഒക്കെ ചെയ്യുന്നൊരു ബുർജി പോലെ ഒരിതാണ് ചെയ്യുന്നത്. ആ ഒരു റെസിപ്പിയിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ എനിക്ക് ടോഫു കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു റെസിപ്പി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് കാണാം. ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ക്ലോത്തിലേക്കൊക്കെ ആയിട്ട്. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇതാ ടോഫു നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തത്. ഇനി മിക്സിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യാറില്ല, കാരണം മിക്സിയും വെറുതെ കഴുകണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുക്കാമല്ലോ. അപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ടോഫു അല്ലാതെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സവാള വേണം. ഞാനൊരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്താലും മതി. പിന്നെ നമുക്കിങ്ങനെ ഇപ്പോൾ ഈ ബുർജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴായാലും ഈ സവാളയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നുകൂടിയൊക്കെ എടുക്കാം കേട്ടോ സവാള. അപ്പം ഞാൻ എന്തായാലും 2 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് ഒരുപാട് എടുക്കണ്ട, ഞാൻ ചെറിയതാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ പുളി ഇങ്ങനെ നിൽക്കും, അത് അത്ര ഒരു ടേസ്റ്റി ആയിട്ട് തോന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ തക്കാളി എടുക്കാതെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും മാത്രമേ നമുക്ക് ഈ ഒരു റെസിപ്പി, ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുള്ളൂ. അപ്പോൾ ഈ സവാളയും അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിയാണ്. അപ്പം നമുക്ക് അതെല്ലാം ചെയ്തെടുക്കാം, എന്നിട്ട് കുക്കിംഗ് തുടങ്ങാം. അപ്പം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ മതിയേ. ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം.
സവാളയുടെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ഇടുന്നുണ്ട്. അതുപോലെ ഇപ്പം തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. തക്കാളി ഒന്ന് സോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും കുരുമുളകും. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. നമുക്ക് പച്ചമുളകും ചേർക്കാം. എരി നോക്കിയിട്ട് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ തക്കാളി ഉടഞ്ഞു വരുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതി. ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടോഫു പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് ഉടച്ചപ്പം കംപ്ലീറ്റ് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മുട്ടയൊക്കെ ചെയ്യില്ല, അതുപോലെ ചെയ്താൽ മതി. ഒക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഇതിനും കൂടെ കണക്കാക്കിയാണ് ചേർത്തത്. വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞളൊക്കെ കറക്റ്റാണ്. നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഏതാണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടോഫു ബുർജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഒരു എഗ് ബുർജി പോലെ അല്ലെങ്കിൽ ഒരു പനീർ ബുർജി പോലെ തന്നെയാണ് കാണുമ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഈ ഒരു ബുർജി തന്നെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ലഞ്ചിനാണെങ്കിൽ കുറച്ച് കാർബ്സ് എടുക്കുന്ന കൂടെ അതിനൊരു പ്രോട്ടീൻ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുട്ടയൊന്നും കഴിക്കാത്തവരാണെങ്കിൽ അത് നമുക്ക് ടോഫ് ഉപയോഗിക്കാം. അതുപോലെ രാത്രി ആണെങ്കിലും ഇപ്പം ചപ്പാത്തി വെക്കണമെങ്കിൽ ഒരു റാപ്പ് പോലെ ഇത് ഉള്ളി നിറച്ച് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.